മനു എന്താ ഒന്നും മിണ്ടാത്തത്? കേസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് ആലോചിക്കുമ്പോ ഈ കാര്യത്തിൽ ഇനി കേസും കാര്യങ്ങളൊക്കെ ഒരു ചടങ്ങുലങ്ങ് തീരും. അതിനിപ്പോ നമ്മൾ ആരെങ്കിലും ഇവിടെ നിന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതൊരു ആക്സിഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്ത സ്ഥിതിക്ക്. ആക്സിഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടൊന്നുമില്ല, മറിച്ചാകാനാ സാധ്യത. എന്റെ മനസ്സങ്ങനെ പറയുന്നത്. ഏതായാലും അച്ഛൻ പോയി, ഇനി പ്രൂവ് ചെയ്തിട്ട് എന്താ കാര്യം? ഇല്ലേ? ഞാൻ ഇവനോട് ഇത് തന്നെയാ പറയുന്നത് ആന്റണി. കേസും കാര്യങ്ങളും ഒക്കെ പോലീസിന്റെ ജോലിയല്ലേ, അത് അവര് ചെയ്യട്ടെ. നമുക്കിപ്പോ വേണ്ടത് മനസ്സമാധാനമാണ്. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങ് പോകും. പിള്ളേർക്ക് വേണമെങ്കിൽ 1 മാസം കൂടി നിൽക്കാം. അത് കഴിഞ്ഞാലോ മനുവും ഉമ്മി ഇവിടെ ഒറ്റയ്ക്ക്. മനു, നീ കൂടുതൽ ആലോചിക്കുന്ന കുഴപ്പം. ഉടനെ പോരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട. 1 മാസം കൂടെ കഴിഞ്ഞാൽ കുട്ടിയൊക്കെ അങ്ങ് പോരണമല്ലോ. നിനക്കും ഉമ്മയ്ക്കും അവരുടെ കൂടെ പോരാം. നിന്റെ റിസർച്ച് നമുക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാം. മനുവിന് റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്താനാണെങ്കിലും ഡൽഹിയല്ലേ കൂടുതൽ നല്ലത്. ഫെസിലിറ്റീസും ഉണ്ടല്ലോ. അച്ഛനോ പോയി നമ്മളൊക്കെ എന്നും കണ്ടും കേട്ടിരിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സമാധാനം അത് നിനക്ക് മനസ്സിലാകുന്നില്ലേ? ഞാനൊന്ന് ആലോചിക്കട്ടെ. മനുവങ്ങളും ഉമ്മേന്റെയും നിങ്ങളോടൊപ്പം ഡൽഹിക്ക് പോരൂ? അറിഞ്ഞൂടാ. പോയാ പിന്നെ ഇവിടെ ആരാ? ആരും ഉണ്ടാവില്ല. പൂട്ടിയിടും, ചിലപ്പം വിൽക്കും. അല്ലേ ശങ്കു? ആ, വീട് വിറ്റ പിന്നെ വെക്കേഷനുകൾ നിങ്ങൾ ഇങ്ങോട്ട് വരില്ല അല്ലേ? വരാലോ. നിങ്ങൾ വിടില്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൽഹിക്ക് വരാലോ. വാ. ബാക്കിയുള്ളവർക്ക് എവിടെ? മോന് ടെലിസ്കോപ്പിൽ കൂടെ നോക്കണോ? വേണ്ട. റേഡിയോ കേൾക്കണോ? വേണ്ട. മോന് പിന്നെ എന്താ വേണ്ടേ? മനു അങ്ങള് പോണ്ട. എവിടെ? ഡൽഹിക്ക് പോണ്ട. പോണ്ട. മനു അങ്ങള് പോണ്ട. നിനക്കൊന്ന് റീതിങ്ക് ചെയ്യണം തോന്നിയാ? അങ്ങനെ തോന്നിയാ ഞാനും ഉമ്മയും കൂടെ അടുത്ത ഫ്ലൈറ്റിനങ്ങ് വരും. മനു അങ്കിൾ ഡൽഹിക്ക് പോണ്ട. ഇല്ല മോനെ, അങ്കിൾ എവിടെ പോവാനാ? ഇക്രുമോനാ ഭയങ്കര പേര്. ഞാൻ ഡൽഹിക്ക് പോയിക്കളയൊന്നു. നിങ്ങൾ വരുന്നില്ലേ എയർപോർട്ടിലേക്ക്? ഇല്ല. അതെന്താ? കളിക്കാൻ പോവാ. കളി കുറെ കൂടുന്നുണ്ട്. ഉമ്മേ, ഇവര് വല്ല കുരുത്തക്കേടും കാണിച്ചാൽ നല്ല അടി കൊടുക്കണം കേട്ടോ. കൊടുത്തേക്കും ചേച്ചി. കേട്ടോടാ നിന്റെ അമ്മ പറഞ്ഞത്? ശരി ശരി. വരട്ടെ. പറ്റേ ഉമ്മേ? അനി ടാറ്റ.
അവനെ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. വാ. ഒന്നുമില്ല. നിന്നെ ആരാ ഓടിച്ചത്? അവരാരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നെ വിട്, ഞാൻ പോട്ടെ. അങ്ങനെ നോണ പറഞ്ഞ രക്ഷപ്പെടാമെന്നൊന്നും വിചാരിക്കണ്ട. നിന്നെ ഞങ്ങൾ പോലീസ് വിളിച്ചു കൊടുക്കും. പറയടാ, പോലീസ് വിളിക്കട്ടെ? വിളിക്കട്ടെ? പോലീസുകാരെന്നെ കണ്ട പിടിച്ചോണ്ടോ തല്ലുകയും ചെയ്യും. ആ തല്ലും. അതാ പറഞ്ഞ നീ ഒരു കള്ളനാണെന്ന്. സത്യം പറഞ്ഞില്ലെങ്കിൽ ഇനിയും ഞാൻ ഇടിക്കും. എന്റെ ഇടിയെന്ന് പറഞ്ഞാ ഫാൻഡത്തിന്റെ ഇടി പോലെ ഒരു തലയോട്ടിയുടെ കുറവുള്ളൂ. ഇടിക്കേണ്ട ഡാനി, ഉള്ള സത്യം പറയാണേ നിനക്ക് ഞങ്ങൾ ഒരു ഐസ്ക്രീം വാങ്ങി തരും. അതല്ല നീ ഇനിയും കാണാൻ പറയാനാണെ നിന്നെ ഞങ്ങൾ ഇടിക്കും. പടച്ചോനെ, അവരിപ്പോ എവിടെന്നെങ്കിലും ചാടി വീഴും, എന്നെ കൊല്ലുകയും ചെയ്യും. അത് ആരാന്ന് പറയടാ? അവരാ നിങ്ങളെ മുത്തശ്ശനെ കൊന്നത്. അവൻ ചെന്ന പിള്ളേരെടുക്കൽപ്പെട്ടല്ലോ. ആ DSP വീട്ടിൽ പിള്ളേരല്ലേ? ആ അതെ, നമ്മളെ കണ്ടാൽ അവർക്ക് മനസ്സിലാവും. ഇനിയിപ്പോ എന്ത് ചെയ്യും? നമ്മ കയ്യില് ഒരു നാൾ അവൻ കിടക്കാമേ പോയിടുവാൻ. പോലാം. വീട്ടിൽ വരാന്ന് പറഞ്ഞ സത്യമാണല്ലോ? സത്യം. അത് നിനക്കറിയാമല്ലോ. അറിയാം. ഞാൻ പോട്ടെ. വാക്ക് വാക്കായിരിക്കണം. പടച്ചോനാണ് സത്യം. അവന്റെ പേര് പോലും ചോദിക്കാൻ മറന്നു. അവൻ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ മനോങ്ങളോട് പറയുന്നല്ലേ നല്ലത്. അത് വേണ്ട, എല്ലാം ശരിക്കും അറിഞ്ഞിട്ട് പറഞ്ഞാ മതി. ഏതായാലും അവൻ വരട്ടെ. എങ്ങനെ വരും? ഡാഡി ഞങ്ങളും കുത്തിയിരുന്ന് ചീട്ട് കളിക്കല്ലേ. അതിപ്പോ ഒന്നും തീരുന്ന ലക്ഷണമില്ല. അവൻ എങ്ങനെ അകത്ത് വരും? ആ, ഒരു പണിയുണ്ട്. അടുക്കള വശത്തെ വാതില് ഒച്ച ഉണ്ടാക്കാതെ തുറന്നിട്ടാ മതി.
ആരാ ഈ വാതിൽ തുറന്നിട്ടെ?